വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പണ്ടായേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കാശിക്കുട്ടന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. പിന്നെ എല്ലാരും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാ, ഈ കൈക്കായിരുന്നു ആ കെട്ടുണ്ടായിരുന്നത്. ആ കെട്ട് കഴിച്ചപ്പോഴത്തേക്കും കുട്ടി ഇതാ കൈയിട്ട് രണ്ട് ആട്ടില്ല. എന്നിട്ട് എന്റെ അസുഖമൊക്കെ മാറി. കമോൺ മമ്മി, എന്റെ അസുഖം മാറിയേ എന്നാണ് ഇവള് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ അവള് ഓക്കെ ആണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം അല്ലൂസും വൈസും എന്തോ അല്ലൂസ് ഒന്ന് ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അല്ലൂസിന് എന്തോ ഇംഗ്ലീഷ് ഭാഷ അച്ഛനും അല്ലൂസും അച്ഛനും മോള് അമ്മേനെ സഹായിയാണ്. അമ്മയ്ക്കുള്ള കുഴി വെട്ടരുത്, മിണ്ടാതിരി. നോ, നമ്മൾ രണ്ടാളും മലയാളം, അവർ രണ്ടാളും ഇംഗ്ലീഷ്. അതാ നമ്മൾ ആലോചിക്കുന്നത്. അതാ ഇംഗ്ലീഷ് പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. മലയാളം പറയല്ലേ, ഈ ഇംഗ്ലീഷ് അല്ലേ? ഓ ശരിയാ, വേറെ എടുക്കാണ്ടല്ലോ. അമ്മ തരൂ മലയാളം. അമ്മേ ഓൻ വേറെ പരിപാടിക്കാൻ തോന്നുന്നു. മലയാളം പറയുന്ന ആള് തരൂ. മലയാളം. ഞങ്ങൾ രണ്ടാളും മലയാളത്തില്. ഓക്കെ, ഞാനും ഓക്കെ. മതി ഇംഗ്ലീഷ് ഞാൻ പെട്ടൂന്ന്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് സ്പീച്ച് ആണല്ലോ. ഇംഗ്ലീഷ് സ്പീച്ചു പറയാലോ. ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോണേ പറഞ്ഞെടുക്ക്. അമ്മ വേറെ പരിപാടിക്കാതാ. മുന്നേ അമ്മമ്മേന്റെ അടുത്ത് തന്നെ പൊക്കോളൂ. നേരെ ഇരിക്കേ. തുമ്പി പറഞ്ഞെടുക്ക, ലാലു പറഞ്ഞെടുക്ക്. ഞമ്മൾ ഇന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ആണോ? പറഞ്ഞെടുക്ക്, വേഗം പറയും, സമയമില്ല. ഇംഗ്ലീഷ് പൈസേട്ടാ പറഞ്ഞെടുക്ക്. ഗ്രാമർ ശരിയൊക്കെ പറഞ്ഞെടുക്ക്. ആർക്കും അറിയില്ല എന്നുള്ളത് ഒരുപാട് പഠിപ്പിക്കുന്നത് ഞാനല്ലേ. ഏട്ടൻ പറഞ്ഞെടുത്തോ. പറയ്. We are going to unbox our little baby's birthday gift. അതല്ലേ ചിരിക്കും. എനിക്ക് മറ്റേ സിനിമയിൽ ഡയലോഗ് പറഞ്ഞത് ഐ ആം ഫൈന്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അല്ലേ തുമ്പി? അല്ല, ഏട്ടന്റെ ഇംഗ്ലീഷ് നല്ലതാണെങ്കിൽ കേട്ടിട്ട് ഇവര് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് ഓൾറെഡി കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ. ഇവിടെ മിക്കവാറും ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും. സൗണ്ട് ഉണ്ടാക്കാത്ത ആൾക്കാരെ മാത്രമേ നമ്മളിവിടെ ഇരുത്തുന്നതുള്ളൂ. ഓക്കെ, ഓരോന്നോരോന്നാ എടുത്തു കൊടുക്കല്ലോ. അല്ലാതെ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തോട്ടെ. ഗൈസ്, ഇത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. ആക്ച്വലി അവൾ അതേ പറഞ്ഞു, ചേച്ചി എന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അയച്ചു തന്നതാണ്. ഓക്കെ, ഇതാണ്. ഇതാ ഒന്ന് പാവട്ടോ. ആ ചേച്ചിയോട് വാങ്ങിച്ചതാണ്. ഇതാ രണ്ട്. താങ്ക് യു ചേച്ചി. നിനക്കൂടാ. ഇതിലെല്ലാം വലുതും നിനക്കുള്ളത് തന്നെ ആയിരിക്കും മിക്കവാറും. അത് രഹസ്യം കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സുകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പേര് പറയാത്തത്. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഫാസ്റ്റായി ചെയ്തോണ്ടിരിക്കണം. ഓക്കെ ഗൈസ്, പിന്നീടല്ലോ ഇതൊന്നും ആരാ തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏട്ടന് ഓർമ്മയില്ലല്ലോ, എനിക്ക് അത്രയും ഓർമ്മയില്ലാന്ന്. അപ്പം ഇതാ കണ്ടോ, ഇതൊക്കെ മിക്കവാറും അംഗനവാടിയിലേക്ക് പോകുമ്പോൾ. അല്ല, ഇത് വേറെ ആരോ വാങ്ങിച്ചതാ. ഇതൊക്കെ മിക്കവാറും അംഗനവാടിയിലേക്ക് ഓടാനാണ് ചാൻസ്. എല്ലാ വലുത് കണ്ടാലും ഇത് തുമ്പിക്ക് പാകാം, അത് തുമ്പിക്ക് പാകാന്ന് പറഞ്ഞിട്ട് അമ്മ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ലേലുട്ടാ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഇത് ആരുതാന്ന് എനിക്കറിയാം. കാരണം ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഇത് അപ്പുമാമന്റെ വകയുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത്. ഒരെണ്ണം നമ്മള് പിന്നെ കിച്ചൂട്ടന്റെ കാതുകുത്തിന് ഇട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരെണ്ണം ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സോക്സും ഒരു ഷൂവും ഉണ്ട് കേട്ടോ. ഓക്കെ, തുമ്പീനെ മിക്കവാറും നമ്മൾ പുറത്താക്കൂട്ടോ. കണ്ടോ എന്താ പറഞ്ഞു പേടിപ്പിക്കാന്ന് വെച്ചാ പേടിക്കയില്ല സാധനം. ഗൈസ് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടാട്ടോ. ഗൈസ് ഞാനുണ്ടല്ലോ ഇതില് പേര് എഴുതിയിട്ടുള്ള ആൾക്കാര്, പിന്നെ ചിലതൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാവും ഇന്നത് എന്നുള്ളത്. അതല്ല അത് 1-2 ആൾക്കാർ കേട്ടോ. അപ്പൊ അത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വിത്ത് ലവ് സുമിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സുമിഷ ആരാന്ന് കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടാവും, എന്റെ ഫ്രണ്ടാ. സുമിഷാനിന്റെ കുട്ടി എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, ഇത് സുമിഷയുടെ വകയാണ്. സുമിഷ ആരാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ്, ലൈക്ക് മൈ സിസ്റ്റർ. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓടി വരാറുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഇതാണ് സുമിഷ ആൻറ്റീൻ്റെ വക കാശിക്കുട്ടനുള്ള ഗിഫ്റ്റ്. ഓക്കെ, ഇഷ്ടായില്ലല്ലോ? യെസ്. ഇത് തുമ്പി കയറ്റൂല കേട്ടോ. തുമ്പി എന്തൊക്കെയാ പറ്റുന്ന വെച്ചാൽ അത് ലിസ്റ്റ് ഇട്ടിട്ടേ തുമ്പിയെ തട്ടരുത്. എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് മൂപ്പത്തിൻ്റെത്. ഓക്കെ, നൈസ്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഓക്കെ, ഇതടക്കി വെക്കും തുമ്പി. അത് തട്ടിയിടാനുള്ള പരിപാടി കേട്ടോ തുമ്പി മിക്കവാറും. ഇത് കല്യാണീൻ്റെതാണ്. കാരണം അവൾ ഇത് കല്യാണി കൊടുത്തതാണ് കേട്ടോ. ഇത് അവൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൻ്റെ കവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അയ്യോ അയ്യോ, ഈ അൺബോക്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഷഡ്ഡ കട എനിക്ക് അൺബോക്സിംഗ് പറയുമ്പോൾ നല്ല ഇഷ്ടമാണ്. അതെ അതെ, നല്ല ഇഷ്ട. പൊളിക്കണം എന്നൊക്കെ ആഗ്രഹം. ഈ അലമ്പന്മാരെ നമ്മൾ മിക്കവാറും കുറച്ച് ഒഴിവാക്കണോ തുമ്പി മോളെ? ഓ, ഇതുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുത്തു. ഓക്കെ ഗൈസ്, ഹായ്. കുഞ്ഞിതാ ഷർട്ട് ആൻഡ് ട്രൗസർ. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. നൈസ്. അല്ലെങ്കിൽ ആമ്പിള്ളേർക്ക് ഇപ്പം എന്തായാലേ ഞാനൊക്കെ ഉണ്ടല്ലോ എപ്പോഴും ഷോപ്പിൽ പോയാലും മെല്ലെ ഇപ്പം ആ കാശിക്ക് എടുക്കാൻ പോയപ്പോൾ പോലും ഞാൻ മെല്ലെ കണ്ണ് നീങ്ങി പോണത് പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ മുകളിലേക്കാണ്. കാരണം അതിലുണ്ടാവുന്ന ഒരു വെറൈറ്റീസ് ഉണ്ടല്ലോ, അതൊരിക്കലും ആമ്പിള്ളേർക്ക് കിട്ടില്ല. ആമ്പിള്ളേർക്ക് എപ്പോഴും നമ്മളെടുത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഷർട്ട് ബനിയൻ ബനിയൻ ഷർട്ട് ഇതല്ലേ ഉള്ളത്. അതൊന്നും ഒരു വെറൈറ്റി. അതൊക്കെ ഒന്ന് പൊളിച്ചു വെച്ചാൽ ഉപകാരമായിരുന്നു കേട്ടോ രമണ. ഓക്കെ, അടുത്തതും ആര് തന്നാന്നൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ക്ലോത്ത് നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്കിടാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. ഇതൊക്കെ കുറച്ചുകൂടെ വലുതാവണം കാശിക്കുട്ടനുണ്ടെങ്കിൽ കേട്ടോ. ഇതൊന്നും അംഗനവാടിക്ക് പോകില്ലേക്കും. ഇവളെ അമ്മമ്മ കാണണ്ട. ആ പറയമ്മ കണ്ടു കഴിഞ്ഞാൽ അപ്പം എടുത്തിട്ട് കൊടുക്കും. അമ്മമ്മ ആരാ മോള്? എന്റെ കുമ്പി ഈ പെട്ടികൾ അങ്ങനെ നാശാക്കണ്ട. ചിലപ്പോ അമ്മ അത് പെട്ടിയിലൊക്കെ ആക്കി എടുത്തിട്ടാൽ മതിയാവും. സ്പേസ് പോലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എവിടെയൊക്കെയാ കിടക്കുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. ആ അവസ്ഥയില. ഒരു മിനിറ്റ്, ഇതാണ് അടുത്തത്. ഒരു കുഞ്ഞു ഷർട്ടും അതിനൊരു ട്രൗസറും ഷർട്ടും ഉണ്ട്. യെസ്, കുറേ വൈറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ദൈവമേ, ഞാൻ അലക്കി റെഡിയാകും. ഇതാ വൈറ്റും ഒരു ക്രീം കളറും കേട്ടോ. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ലൈറ്റ് ഷെയ്ഡാണ് രസം. പക്ഷേ ഇത് നല്ല രസം കേട്ടോ. ബ്ലാക്ക് ഒരു ക്രീം കളറും. നൈസ്. കുറെ ഷർട്ട്സ് ഉണ്ട് പ്രാവശ്യം. ഓ, അതിലും അവരെന്നെ ശോകമടിപ്പിച്ചു. അല്ലൂസിനില്ലേ ഇതേപോലെ തന്നെ ഒന്ന് അല്ലൂസേ? അതെ, കുടുക്ക് വരെ കുടുക്ക്. ഇതന്നെ അല്ലൂസിനും ഉണ്ട് കേട്ടോ ഒന്ന്. നൈസ്, അതേ കളർ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ഒന്നുകൊണ്ട് തീർത്താല്ലേ. ഇതാരാ ഇങ്ങനെയൊക്കെ നോക്കി?
നൈസ്. അവരൊക്കെ ഇത് നല്ല രസമുണ്ട്. ഇതാ ഒരു ട്രൗസർ. ഇതിപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കല്ലോ. ഇത് ആരതാ അറിയോ? ഇത് അമ്മമ്മ വാങ്ങിയതാണ് ഗൈസ്. അതെനിക്കറിയാം, കാരണം കൂടെ പോയത് ഞാനായിരുന്നു. അപ്പം ഞാൻ സെലക്ട് ചെയ്താണ് ഇത്. അതുകൊണ്ട് എനിക്കറിയാം. അല്ല ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. ഷട്ടപ്പെട്ടേ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. അവർ ഞെട്ടണം. യെസ്, മൈ കുട്ടിക്കുള്ള ഡ്രസ്. ആ തുമ്പീൻ്റെ അടുത്ത കളി. എനിക്കും അറിയാടാ ഇംഗ്ലീഷ്. പറ തുമ്പി, പറഞ്ഞു കൊടുക്ക തുമ്പി. ഓ ഐ സി, നല്ല ഷെയ്ഡ്. ഇത് റീനമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. റീനമ്മേൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ പിങ്ക്. ഏടെ പോയാലും ഒരു പിങ്ക് വാങ്ങാതെ അമ്മ വരില്ല കേട്ടോ. ഒരു പിങ്ക് കളർ, ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് അങ്ങനത്തെയൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഇത് ആരും പേര് വരില്ലോ, വൈഗ വാമിക. യെസ്, ഇത് നമ്മുടെ രേഖേച്ചി കേട്ടോ. രേഖേച്ചിൻ്റെ ഗിഫ്റ്റാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അല്ലൂസിനാണോ തുമ്പിക്കാണോ എന്ന് ഓർമ്മയില്ല. ഇതേപോലത്തെ ഒരു ഡ്രസ്സാണ് തോന്നുന്നുണ്ടായിരുന്നത് ചേച്ചി. ഇങ്ങനത്തെ ഡ്രസ്സിനോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട് തോന്നുന്നു. കണ്ടോ, ഇത് മിക്കവാറും ചേച്ചി തുമ്പി ഇട്ടിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മ ഇതെടുത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റീനമ്മയാണ് ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നത്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇതിങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെയൊരു ഷർട്ട് പോലത്തെ ഒരു പാൻറ്, ഒരു ക്യാപ്പ്. ഓക്കെ, ഇഷ്ടമായോ? വേഗം നോക്കിയിരിക്കാതെ വേഗം തീർക്ക കൂട്ടി. അപ്പൊ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഇവിടത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുതന്ന ഒരു ഡ്രസ്സിന്റെ സെറ്റാണ് കേട്ടോ. ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. അതിൽ ബൂട്ടീസ് ഉണ്ട്, മിറ്റൻസ്, പിന്നെ ബിബ് ഉണ്ട്, പിന്നെന്താ അത് ടവലുണ്ട്, ഫേസ് ടവലുണ്ട്, ഒരു ബനിയൻ ഉണ്ട്, അതിന് ട്രൗസർ ഉണ്ട്, ക്യാപ്പ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു സെറ്റാണ് വന്നിരിക്കണേ. പിന്നെ ഇത് ഓൾറെഡി നൂല് കെട്ടുന്നതല്ല, ഓൾറെഡി തന്നതാണ്. ഇത് കല്യാണി തന്നതാട്ടോ. ഇത് കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. പിന്നെ എല്ലാം ഒന്നും ആരാ തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാം ഒന്നും ഓർമ്മയില്ല കേട്ടോ. തോന്നുന്ന വെച്ച് പറയണ്ടല്ലോ. ഇതുകൊണ്ട് അതുല്, അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ അബദ്ധമാവുമെന്ന് വെച്ച് പറയാതിരുന്നതാ. ഓക്കെ, നമ്മളെ ചെക്കൻ എണീറ്റുണ്ട് ഗൈസ്. ഇത് ആര് തന്നതായിരുന്നു? അമ്മയ്ക്ക് എല്ലാം നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. ആസ്യ ടീച്ചർ തന്നതാണ് കേട്ടോ. ഇത് കല്യാണിയുടെ അമ്മയും അച്ഛനും തന്നത് കേട്ടോ അന്ന് വരുമ്പം. ഇത് സലേശി തന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബർ ഇല്ല, ഇവിടെ വീടിനടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ തന്നത്. ഇത് നമ്മുടെ ശ്രീമതിയേച്ചി മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ. അതൊക്കെ ഇതിന് മുന്നേ കിട്ടിയതാണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പൊക്കെ തന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടു. അതൊക്കെ കിട്ടി. ഓക്കെ, പിന്നെ പരിപാടിയിൽ അന്ന് ഇട്ട ഡ്രസ്സ് രാവിലെ പോകുമ്പോൾ ഇട്ടത് അമ്മ വാങ്ങിയതായിരുന്നു. അങ്ങനെ അയ്യോ നമ്മളെ ചെക്കൻ എണീറ്റ് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഞങ്ങൾ ഇതൊക്കെ വേഗം സെറ്റാക്കിയാൽ നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടാണിത്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ കളർ നമ്മൾ ഈ കളർ കോഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മളെല്ലാവരും ഈ കളറിൽ ഇറങ്ങണം. ചേട്ടൻ വരുമോ? നീ പറ, ഞാൻ വരാണ്ടിരിക്കുക. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കളർ, എനിക്ക് ഇഷ്ടമായി. ഇനി അടുത്ത നമ്മൾ ഈ ഡ്രസ് കോഡിൽ ഇറങ്ങുന്നതായിരിക്കും. ഈ കളറില്ല, ആ ഒരു ഡാർക്ക് കളർ അല്ലേ? അല്ലേ? യെസ് മോനെ. ഇംഗ്ലീഷ് പറയടേ. അയ്യോടാ, ഇതന്നെ സെയിം അല്ലൂസിനും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു പാൻറ്റും ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞല്ല, കാശിനെ അപേക്ഷിച്ചത് വലുതായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാലൊക്കെ ഇടാൻ പറ്റും. നിങ്ങളൊരു ബേബീനെ കാണാൻ പോണ സമയത്ത് എന്താ ചിന്തിക്കുക? ഇപ്പം ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാമെന്നാണോ, അല്ലെങ്കിൽ കുട്ടി വലുതായിട്ട് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാം എന്നാണോ? എന്താണ്? മൈ ഡാഡി മൈ ഹീറോന്ന് ഇതാരാണ് ആങ്ങിയത് ഇതിന്റെ താഴെ കമന്റ് ഇടണം. അജാതി ഇടാൻ പറ്റില്ലേ? മൈ മമ്മി ഈസ് മൈ ഹീറോയിൻ എന്താ ഇടാത്ത?
അതാ എൻ്റെ മോന് പറഞ്ഞൂടെ ഇത് വൈശാഖേട്ടനെ വളരെ സ്നേഹിക്കുന്ന ആരോ കൊടുത്തതാണെന്നാണ് എനിക്ക് സംശയം. വേണ്ട മക്കളെ. ഇതുപോലത്തെ ഡ്രസ് അച്ഛനുണ്ടല്ലോ. ഇതൊരു വെറൈറ്റി വൈശാഖേട്ടാ. നോക്ക്, ഇത് ഷർട്ടിന് ഒരു ഓവർകോട്ട് പോലെ, എന്നിട്ട് അതിലൊരു പോക്കറ്റ്. ഇത് ഒരേ കളറായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് ഗൈസ്. വെറൈറ്റി ഷർട്ട് ആൻഡ് നല്ലൊരു ക്യൂട്ട് ട്രൗസർ. നൈസായിട്ടില്ലല്ലോ. ആടുന്ന് കാറ്റടിച്ചിട്ട് പൊന്തി വരുന്നു ഇടിയൊക്കെ. അതെ അതെ. നെക്സ്റ്റ് അങ്ങോട്ടോ. ഞാൻ നെക്സ്റ്റ് വിളിച്ചിട്ട് ഞാൻ തന്നെ എടുക്കണം ഗൈസ്. ഇതെടുത്ത് കളഞ്ഞോ? ഉഷാറാക്കല്ലോ. ഞാൻ കളഞ്ഞ നല്ല രസമുണ്ട് കേട്ടോ. അതെടുത്ത് കളയട്ടെ. ആട്ടെങ്കിൽ നിൽക്കും മോനെ. പിന്നെ പക്ഷെ ഇതൊക്കെ കുറച്ച് കഴിയണം. കുറച്ച് കഴിഞ്ഞിട്ട് കാശി ഇതൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ഗൈസ്. നല്ലൊരു ട്രൗസർ കേട്ടോ. ഇതൊക്കെ വെള്ളയാണ്. അവനിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് വരും, ഞാനിങ്ങനെ അലക്കി നടക്കേണ്ടി വരും. ഓ മൈ ഗോഡ്. നെക്സ്റ്റ് തുമ്പിയുടെ അടുത്ത് ഏതും പോവും. കാശിൻ്റെതോ അല്ലുവിൻ്റെതോ ഒക്കെ. ഇവിടുത്തെ പെണ്ണാണ് വില്ലത്തി. നിന്നെ കുറിച്ചല്ലടി. കുറ്റം പറയാ. കൊറേ ഗ്രീനിന്റെ ഷെയ്ഡ് വന്നിട്ടല്ലേ ഇപ്രാവശ്യം. കൊറേ ഗ്രീനിന്റെ ഷെയ്ഡ് ഇതാ. അല്ലേലും മോക്ക് അമ്മയല്ലടാ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ ചെക്കന്മാരൊക്കെ പാവാണ്. ഇല്ലെങ്കിലും വളവത്തി ഓളാണ്. ആരാ മോളെ ഇവിടുത്തെ വളവത്തി? സത്യം പറയൂ. എന്താന്നറിയില്ല. വാവ്, ഒരു കുഞ്ഞ് സോക്സ് ഉണ്ട് ഗൈസ്. ഒരു കുഞ്ഞ് സോക്സ്. നല്ല കളർ, നല്ല രസല്ലേ. ആൻഡ് ഒരു ഷർട്ട് കേട്ടോ. ആ രസമുണ്ട്. ഉണ്ട്. അതൊന്നും എടുത്ത് എറിയല്ലേ. ഡ്രസ്സുള്ളതും കൂടെ മൂപ്പര് ഇപ്പം എടുത്ത് എറിയും. കുറെ ഷർട്ട് ഉണ്ട് കേട്ടോ പ്രാവശ്യം. നെക്സ്റ്റ് അല്ലോ, അങ്ങനെ അറിയല്ലേ. അച്ഛനെ വെച്ചോളൂ കേട്ടോ. ഇതാ ഒരു ഷർട്ട്, യെല്ലോ ട്രൗസർ. ഇത് മിക്കവാറും പോവാൻ ചാൻസ് ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. യെസ്. എൻ്റെ കോലം കണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതും. ഈ എണ്ണയിലൊക്കെ കുളിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കവറുകൾ അടങ്ങുന്നുണ്ട്. ഇത് കുറച്ച് വലുതാണെന്നാണ് എൻ്റെ ഒരു സംശയം. ആണോ അല്ലയോ എന്നെനിക്കറിയില്ല കേട്ടോ. ആണ്, ഇത് കുറച്ച് വലുപ്പമുണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കഷ്ടി ചെയ്യാൻ പറ്റും. ഒരു ട്രൗസറും ഒരു ബനിയനാണ്, പക്ഷെ അതിൻ്റെ ഉള്ളൊരു ഓവർകോട്ടൊക്കെ വരുന്ന ടൈപ്പ്. അടക്കടക്കല്ലോ. നല്ല ക്യൂട്ട്. ഇതാരെ തന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു ഷൂ. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങിട്ട് എന്തിനാ? ഈ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അത് പെറുക്കി വെക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഇവിടെ പാടുന്ന ആരും എടുത്തോണ്ട് പോകുന്നൊന്നുമില്ല. വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പൊറുക്കും. ആരൊക്കെ പൊറുക്കും? അല്ലോ തുമ്പി, അല്ലോ തുമ്പി. നൈസല്ലേ? അല്ലോ പറഞ്ഞു കൊടുക്കുക ഓർക്ക് ഇതൊക്കെ. ഇതേപോലെ തന്നെ ഡ്രസ്സ് ഞാൻ ഇപ്പൊ കണ്ടല്ലോ. സുമിഷ വാങ്ങിയ സെയിം അല്ലേ? ട്വിന്നിങ്ങിൽ നടത്തും ഞങ്ങൾ. ട്വിന്നിങ്ങിൽ അതിന് നമുക്ക് ഈ ഭാവി ഇല്ലല്ലോ വേറെല്ലേ. എന്നെ ഓടിക്ക് വരുന്നു. നീ നിർത്തിയില്ലേ? സത്യം പറ. നിന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. തുമ്പി മോളെ അടക്കിരിക്കേ. തുമ്പി മോള് നേരെ ഇരിക്കേ. ഇല്ല വൈശാട്ടാ വൈ. നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴും സംശയമല്ലേ? നിന്നെ എന്റെ ഡോക്ടറെ എനിക്ക് സംശയമാണ്. സത്യം പറ, നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ? ഡോക്ടർക്കാണ് ഒരു താല്പര്യമില്ല നിർത്താൻ വേണ്ടിയിട്ട്. എനിക്കും വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് നമുക്ക് താല്പര്യം കേട്ടോ. ഇനി എനിക്ക് വേണ്ട. ഇതാ ഡടാ. അടുത്തത് അല്ലു, നീ ഉഷാറാക്കല്ലേ. അച്ഛൻ അടുത്ത് തന്നോളൂ. ഓക്കെ, വലുതാണ്. തുമ്പി ഇതാ. ഓക്കെ, വൈശാഖേട്ടൻ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നൂലോട്ടിനൊക്കെ പോകുമ്പോൾ വലുതാണോ ചെറുതാണോ വാങ്ങുക? പറയൂ.
കൂലങ്കശമായി ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉം. അറിയില്ല. ഞാൻ ചെറുതാട്ടോ വാങ്ങാം. എനിക്കിങ്ങനെ കിട്ടിയ പാട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. കുറേ കഴിഞ്ഞിട്ടല്ല. ഐസ് ഞാൻ ചെറുതോ? ഇതൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂലേ. ചെറുതല്ലേ? ഇനി എവിടെ വെക്ക്, ഇനി എവിടെ വെക്ക്. മര്യാദക്ക് വെക്കല്ലോ. ഇത് അത് വൈശാഖേട്ടൻ സ്പെഷ്യലി എടുക്കുന്ന എനിക്ക് അറിയാം. എന്താ? അതെനിക്ക് അറിയാം. കാരണം എന്താ? അതെന്താണോ, ഇതിക്ക് തുറന്നിട്ട് വേണം കുറച്ച് ഡയലോഗ് ഇരിക്കാനാണെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതാ ഒരു ബനിയൻ, ഒരു ട്രൗസർ. കണ്ടോ, എല്ലാത്തിലും ഒരു ഗ്രീൻ ടച്ച് ഉണ്ട്, പച്ചമയം അല്ലേ അല്ലു? അടക്ക ഇത് ലാസ്റ്റ് പൊളിക്കാട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാണ്ട് എനിക്ക്. ആ ലാസ്റ്റ് പൊളിക്കുന്നതിലാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് പൊളിച്ചോ. ഏ അല്ലു, നിങ്ങൾ അടിപിടി കൂടെ യെസ്. നല്ല പോവാണേ എടുത്ത്. നെക്സ്റ്റ് നല്ല പിങ്ക് കളർ കേട്ടോ. ഇതാ പിങ്ക് ആൻഡ് വൈറ്റ്. വൈറ്റ് വിട്ടിട്ട് കളിയില്ല മക്കളെ. ഞാൻ മറ്റേ ഒരു മിനിറ്റ് വെച്ചു. ഇതൊക്കെ കുട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ സിനിമയിലെ കൊച്ചിനീഫ മറ്റേ ഇത് അലക്കില്ല, അതുപോലെ ഹോപ്പോട് അതായിരിക്കും എൻ്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്ക് കല്ലിലൊക്കെ അരച്ച് അല്ല അലക്കാൻ രണ്ടുപേരുണ്ടല്ലോ. ഒന്ന് വൈശാഖേട്ടനും ഒന്ന് അല്ലു ഒന്ന് തുമ്പി, രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട്. ആ ലാസ്റ്റത്തെ ഗിഫ്റ്റാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചത്. മനഃപൂർവ്വം ഇടിച്ചതാണല്ലേടാ. നൈസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അയ്യോടാ കുഞ്ഞു ട്രൗസർ നോക്കിയോ, കുഞ്ഞു ഷോഷർ. അത് സ്നേഹം കൂടുമ്പോൾ നമ്മൾ ഒന്ന് കൊഞ്ചിക്കാൻ പോലും പറ്റൂല. അവൻ ആരടേ നല്ല സ്ഥലേ. പേടിയോ ഇപ്പൊ അല്ലേ ഞാൻ പറഞ്ഞത് തന്നെ. ഇനി അടുത്തത് ഇത് എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇത് എന്തുകൊണ്ടാണ് വൈശേട്ടൻ വേഗം തുറന്നുണ്ടാവും? വൈശേട്ടൻ അറിയില്ലല്ലോ ഇത് ഏതാന്ന്. ഇതുണ്ടല്ലോ ഞങ്ങളെ മണിവല്യമ്മ വാങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് തരുമ്പോ ഒരു കാര്യം പറഞ്ഞു, വൈശാഖിനുള്ളത് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോന്ന്. വൈശാഖിയാണോ? അപ്പൊ ഞാൻ ചോദിച്ച അല്ല വല്യമ്മയെ പ്രസവിച്ച എനിക്കൊന്നും ഇല്ലേന്ന്. അപ്പൊ പറയാം അതെ വൈശാഖ് നൂലുകെട്ടിനെ വിളിച്ചപ്പോ ഞാൻ എന്താ മോനെ വാവയ്ക്ക് വാങ്ങണ്ടെന്ന് വെച്ചപ്പോ വൈശാഖ് പറഞ്ഞ ഓനില്ലേ കുഴപ്പമില്ല അച്ഛനുള്ളത് കൊണ്ടുവന്നാ മതിന്ന്. അത് കാര്യമാക്കി എടുത്ത് മണിവല്യമ്മ വൈശാഖേട്ടനുള്ള ഗിഫ്റ്റ് ഇതിൽ വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് പ്രസവിച്ച് എനിക്കോ നിന്നെ ഞാൻ വരവ് വെച്ചിട്ടുണ്ട് അടുത്തേന് നോക്കാന്ന്. നമ്മളെയൊക്കെ കട്ടടാലു. എന്നിട്ട് അച്ഛന് വൈശാഖേട്ടന് ഗിഫ്റ്റ്. എടാ അത് പോയി കണ്ടോ, വൈശാഖേട്ടന് ഷർട്ട്. ഏതെങ്കിലും കുട്ടീന്റെ നൂലുകെട്ടിന് അച്ഛൻ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കോട്ടെ എന്ന് കണ്ടിരുന്നോ? അച്ഛനല്ലല്ലോ വാങ്ങിയത്, മണിവല്യമ്മല്ലേ. മണിവല്യമ്മ എന്നാലും എന്നോട് ഇത് വാവയ്ക്കുള്ളത് കേട്ടോ. നമ്മക്കില്ലടാ, ഞമ്മക്ക് രണ്ടാക്കൂല്ല. തുമ്പിക്ക് ഇതൊക്കെ ചെക്കന് കൊള്ളാത്തത് ഏതെങ്കിലും നോക്ക് കൊടുക്കുന്നെങ്കിൽ വിചാരിക്കുക. അമ്മയ്ക്കും ഇല്ല അല്ലൂനും ഇല്ല. നമുക്ക് നാളെ വാങ്ങടാ. നമുക്ക് നമ്മുടെ മീസോ ആണ് ശരണം. നമുക്ക് മീസോ എന്നിട്ട് വാങ്ങടാ കേട്ടോ. ഏട്ടനെ വല്യമ്മ വാങ്ങിക്കൊടുത്താ മോനെ. ഉഷാറാക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ കാശിക്കുട്ടന് കിട്ടിയ ഗിഫ്റ്റ്. എല്ലോ ആയില്ലേ? ഇത് പറഞ്ഞോട്ട് പെറുക്കട്ടെ കവറൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ തുമ്പി പറഞ്ഞോടുക്ക് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തിനീ എടി വീഡിയോ ലൈക്ക് ചെയ്യാ. ഉറക്കെ എണീറ്റ് നിന്ന് പറഞ്ഞോടുക്ക്. ഓരോട് പറയും, ഞങ്ങളോടാണോ പറയണ്ട്? എന്നെ കാണില്ല. കമന്റോ പറഞ്ഞാല് പ്രസ്റ്റീജ് ഇഷ്യ. ഈശ്വര കുട്ടി വീട് പോയി. ബെൽബട്ടൺ എന്താക്കണം തുമ്പി? എനാബിൾ ചെയ്യാ.
എന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം ഇവർക്ക് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സബ്സ്ക്രൈബ്. ഇവിടെ മൊത്തം തല തിരിഞ്ഞിട്ടാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ബൈ. എന്നാ മോള് പറയ് അടുത്ത വീഡിയോ കാണുന്നവരെ. അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് അല്ല, ടാറ്റ ബൈ ബൈ, സീ യു ബൈ. ബൈ.